ഹായ് ഫ്രണ്ട്സ്, R4യിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 1 ഒരു പോസിറ്റീവ് ക്ലോസിംഗ് നൽകി ഈ മാസം തുടങ്ങിയ മാർക്കറ്റ് ബെഞ്ച് മാർക്കായിട്ടുള്ള നിഫ്റ്റി കഴിഞ്ഞ 10 ട്രേഡിംഗ് ഡേയിൽ ഒരിക്കൽ മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. തുടർച്ചയായ 8 ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ 8 ദിവസത്തെ ആ തുടർച്ചയായ ഒരു അപ്സൈഡിൽ 25,715 നിന്ന് 25,114 വരെ നിഫ്റ്റി എത്തി. ഏകദേശം 400 പോയിന്റ് മുന്നേറ്റമാണ് നിഫ്റ്റി നടത്തിയത്. ഇവിടെ ഏകദേശം 1.51% ഒരു മൂവാണ് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി നടത്തിയത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 8 ദിവസം തുടർച്ചയായിട്ട് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് പോലും അതിന്റെ മൊമെന്റം വളരെ സ്ലോ ആണ് എന്ന് കാണാൻ കഴിയും. മൊമെന്റം സ്ട്രോങ് അല്ല, വോളിയം ടേൺ ഓവർ കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ സാധ്യത പൊതുവെ നിലവിലുള്ള ഈ ഒരു മൊമെന്റം വെച്ച് കാണാൻ കഴിയുന്നില്ല. ടെക്നിക്കലി ഒരു ഡബിൾ ബോട്ടം അല്ലെങ്കിൽ ഒരു W പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ശക്തമായ ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ 25,240 എന്ന ലെവലിന് മുകളിലൊക്കെ വന്നാൽ മാത്രമേ ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ലാർജ് ക്യാപ്പിലായാലും മിഡ് ക്യാപ്പിലായാലും സ്മോൾ ക്യാപ്പിലായാലും ആവറേജ് ഒരു 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, FIAസിന്റെ ഒരു സെല്ലിംഗ് പാറ്റേണിൽ വന്ന നേരിയ മാറ്റമാണ്. ലാസ്റ്റ് 5 ട്രേഡിംഗ് ഡേയിൽ അവർ 2 പ്രാവശ്യം നെറ്റ് ബയേഴ്സ് ആയിരുന്നു എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ സെല്ലിങ്ങിന്റെ ആ ഒരു തീവ്രത കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച അവർ ഓവറോൾ 3,577 കോടിയുടെ ഒരു നെറ്റ് സെല്ലിംഗ് ആണ് നടത്തിയത്. അവിടെ പതിവ് പോലെ DIAs നല്ല ബൈങ് നടത്തി. 13,703 കോടിയുടെ നെറ്റ് ബൈങ് അവർ നടത്തി. ഓവറോൾ നമ്മൾ ഈ സെപ്റ്റംബർ മാസം നോക്കുകയാണെങ്കിൽ FIAs 9,000 കോടിയുടെ ഒരു സെല്ലിംഗ് നടത്തിയപ്പോൾ DIAs ഏകദേശം 27,000 കോടിയുടെ ഒരു ബൈങ് ആണ് നടത്തിയത്. അപ്പോൾ FIAs സെല്ല് ചെയ്യുന്നതിന്റെ 2 ഇരട്ടിയോളം DIAs വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ മാർക്കറ്റിലേക്ക് നല്ല തോതിൽ വന്നുകൊണ്ടിരിക്കുന്ന ഫണ്ട് ഫ്ലോ അതാണ് DIAസിന് ശക്തി പകരുന്നത്. ഇപ്പോൾ GST പരിഷ്കാരങ്ങൾ, അതുപോലെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്നുള്ള പോസിറ്റീവ് സിഗ്നലുകൾ, അതുപോലെ ഇന്ത്യ അമേരിക്ക വ്യാപാര സംഘർഷങ്ങൾ കുറയുമെന്നുള്ള പ്രതീക്ഷ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി നിലവിൽ നിറച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ സെക്ടർ വൈസ് നമ്മൾ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തിയത് നിഫ്റ്റി ഡിഫൻസ് ഇൻഡെക്സ് ആണെന്ന് കാണാം. 7% അത് ഓവറോൾ അപ്സൈഡ് പോയിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റി IT ഇൻഡെക്സിൽ 4% ഒരു ഗെയിൻ ഉണ്ടായി. റേറ്റ് കട്ട് ഹോപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് IT മേഖലയിൽ ഒരു മൂവ് നമ്മൾ കാണുന്നത്. അതുപോലെ നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സും ഏകദേശം 3% അപ്സൈഡ് പോയിരുന്നു. അതുപോലെ ഓട്ടോ, മെറ്റൽ, ഫാർമയിലും 2% മൂവ് ഉണ്ടായി. കൺസ്യൂമർ ഡ്യൂറബിൾസിലാണ് കാര്യമായ ഇടിവ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. 1% ഇടിവ് അതിലുണ്ടായി. അപ്പോൾ അടുത്ത ആഴ്ചത്തെ മാർക്കറ്റിൽ ട്രിഗർ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഇവന്റ് തീർച്ചയായിട്ടും അത് US റേറ്റ് കട്ടാണ്. ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് മാർക്കറ്റുകൾ മൊത്തം, അമേരിക്ക ആയാലും യൂറോപ്പ് ആയാലും ഈവൻ ഇന്ത്യൻ മാർക്കറ്റ് ആയാലും ഏറ്റവും കുറഞ്ഞത് 25 ബേസിസ് പോയിന്റിന്റെ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബുധനാഴ്ച ചേരുന്ന US ഫെഡറൽ റിസർവ് FOMC മീറ്റിൽ അത് ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷയിൽ ഓൾറെഡി എല്ലാ മാർക്കറ്റുകളും ഒരു ഫാക്ടറിങ് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ മാർക്കറ്റ് പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു റേറ്റ് കട്ട് 25 ബേസിസ് പോയിന്റിന്റെ ഉണ്ടാവുകയാണെങ്കിൽ മാർക്കറ്റ് വലിയ തോതിലുള്ള ഒരു ചാഞ്ചാട്ടവും ഒന്നും ഇല്ലാതെ അതിനെ സ്വീകരിക്കും. എന്നാൽ അത് 50 ബേസിസ് പോയിന്റിന്റെ ഒരു ബ്ലോക്ക് ബസ്റ്റർ റേറ്റ് കട്ടാണ് വരാൻ പോകുന്നതെങ്കിൽ, അത് അപൂർവ സാധ്യതയാണെങ്കിലും അത്തരം ഒരു റേറ്റ് കട്ട് വരികയാണെങ്കിൽ ഒരു മാർക്കറ്റിൽ വൻ കുതിപ്പ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. എന്നാൽ കഴിഞ്ഞ 5 FOMC മീറ്റിംഗിൽ മാറ്റിവെച്ചതുപോലെ തന്നെ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് എന്ന മോഡിലേക്ക് അഥവാ FOMC മീറ്റിംഗ് പോവുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരു ഫോൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ടി വരും. അതുകൂടാതെ FOMC മീറ്റിംഗിന് ശേഷം അമേരിക്കൻ മാർക്കറ്റിനെ കുറിച്ചും ഗ്ലോബൽ മാർക്കറ്റിനെ കുറിച്ചുമൊക്കെ ജെറോം പവൽ നടത്താൻ പോകുന്ന കമന്ററി അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ഒരു റേറ്റ് കട്ട് കൂടി ഡിസംബറിൽ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നതെങ്കിൽ, അതായത് 2 റേറ്റ് കട്ടാണ് ഓൾറെഡി ഫെഡറൽ റിസർവ് ഈ വർഷം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പ്രവചിച്ചത്. ഈ ഒരു സെപ്റ്റംബറിലും അതുപോലെ ഡിസംബറിലും 2 റേറ്റ് കട്ടാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ ഡിസംബറിലെ റേറ്റ് കട്ട് ഉണ്ടാവുകയില്ല എന്ന് ഉള്ള ഒരു കമന്ററി വരികയാണെങ്കിലും മാർക്കറ്റിന് അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ അത് അനലിസ്റ്റുകളുടെ എക്സ്പെക്ടേഷന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് വന്നത്. 2.07% ഒരു ഡാറ്റയാണ്. എന്നാൽ കഴിഞ്ഞ ജൂലൈ മാസത്തേക്കാൾ കൂടുതലാണ്. ജൂലൈ മാസം നമുക്കറിയാം അത് 8 വർഷത്തെ ഏറ്റവും ലോ ആയിട്ടുള്ള 1.55% ആയിരുന്നു. ഈ മാസം നമ്മൾ കാണുന്നത് 2.07 ആണ്. ഇപ്പോൾ റോയിട്ടേഴ്സ് നടത്തിയ 40ഓളം എക്കണോമിസ്റ്റുകളുടെ ആ ഒരു ഫോർകാസ്റ്റ് 2.10 ആയിരുന്നു. അപ്പോൾ അതിലും താഴെയാണ് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മോശമല്ലാത്തൊരു ഡാറ്റ ആയിട്ടാണ് നമുക്ക് കാണേണ്ടത്.
കാരണം റിസർവ് ബാങ്ക് പ്രതീക്ഷിക്കുന്നത് 4% താഴെയുള്ള ഒരു ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. കഴിഞ്ഞ 7 മാസങ്ങളിലായിട്ട് റിസർവ് ബാങ്കിന്റെ എക്സ്പെക്ടേഷൻ താഴെയാണ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നത്. 2 മുതൽ 6% വരെയുള്ള ഒരു റേഞ്ചാണ് പൊതുവെ ഒരു നല്ല ഇൻഫ്ലേഷൻ ഡാറ്റയായിട്ട് കണക്കാക്കപ്പെടാറുള്ളത്. അപ്പോൾ ഈ ഒരു റേഞ്ചിന് മുകളിൽ ഒരു 3 ക്വാർട്ടർ പോകുമ്പോൾ മാത്രമാണ് ഇൻഫ്ലേഷൻ ഡേഞ്ചർ ലെവലാകുന്നത്. അപ്പോൾ നിലവിൽ ഇൻഫ്ലേഷൻ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലെവലിലാണുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലേഷൻ കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫുഡ്, അതുപോലെ വെജിറ്റബിൾസ്, ഫ്യൂവൽ, ആ ഒരു സെഗ്മെന്റ് ആണ് ഇൻഫ്ലേഷനിൽ 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കി വരുന്ന 50% കോർ ഇൻഫ്ലേഷൻ ആണ്. അപ്പോൾ ഈ ഫുഡ് ആൻഡ് വെജിറ്റബിൾ പ്രൈസ് ഡൗൺ ആയതുകൊണ്ടാണ് ഇൻഫ്ലേഷൻ ഡാറ്റ ഇത്രമാത്രം കുറഞ്ഞ് നമ്മൾ കാണുന്നത്. എന്നാൽ അതിൻ്റെ അർത്ഥം മറ്റ് മേഖലയിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്നല്ല. ഇപ്പോൾ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ തുടങ്ങി സ്റ്റേഷനറി കൺസ്യൂമർ ഐറ്റംസിലൊക്കെ ചിലപ്പോൾ 4% കൂടുതലുള്ള ഇൻഫ്ലേഷൻ ഉണ്ടാവും. പക്ഷേ ഈ ഫുഡ് ഇൻഫ്ലേഷൻ കുറയുന്നത് കൊണ്ടാണ് ഇൻഫ്ലേഷൻ കുറയുന്നത്. അപ്പോൾ ഏതായാലും ഓവറോൾ ഇൻഫ്ലേഷൻ ഈ ഒരു RBIയുടെ എക്സ്പെക്ടേഷൻ താഴെ വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ RBI അടുത്ത് വരാൻ പോകുന്ന ഒക്ടോബറിലുള്ള അവരുടെ MPC മീറ്റിംഗിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. GST പരിഷ്കാരവും ഈ ഒരു കംഫർട്ടബിൾ ഇൻഫ്ലേഷൻ ഡാറ്റയും ഒക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ മാർക്കറ്റ് കൺസംഷൻ വർദ്ധിക്കാൻ ഇതൊക്കെ സഹായിക്കുമെന്ന് തന്നെയാണ്. ഇതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ പോകുന്ന, അവരെ ട്രിഗർ ചെയ്തിട്ടുള്ള SBIയുടെ വീക്ക്ലി എക്സ്പയർ നിർത്തലാക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്. അതൊരു അൺഒഫീഷ്യൽ റിപ്പോർട്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായിട്ട് സെബിയുടെ ബോർഡ് മീറ്റിംഗ് നടന്നു കഴിഞ്ഞു. അവിടെ പല സുപ്രധാന തീരുമാനങ്ങൾ വന്നതായിട്ട് കാണാം. ഇവിടെ നടന്ന പ്രധാന തീരുമാനങ്ങൾ IPO റിലേറ്റഡ് ആയിട്ടായിരുന്നു. കാരണം നമുക്കറിയാം 2 വലിയ IPOകൾ വരാൻ പോവുകയാണ്. ഒന്ന് NSEയുടെയും മറ്റൊന്ന് റിലയൻസിന്റെ ജിയോയുടെയും IPO ആണ്. അപ്പോൾ അവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എത്രമാത്രം സ്റ്റേക്ക് പബ്ലിക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം നമുക്കറിയാം 75% എന്നുള്ള ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് മാത്രമേ ഇങ്ങനെ പബ്ലിക് ലിസ്റ്റ് ചെയ്യുന്ന കമ്പനിക്ക് അനുവദിക്കൂ. അതിന് 3 വർഷം സമയമാണ് അനുവദിക്കാറ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ റിലാക്സേഷനൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് 5 വർഷം വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ പല ഓഫർ നോംസിലും ചില റിലാക്സേഷനൊക്കെ വന്നതായിട്ട് നമുക്ക് ആ റിപ്പോർട്ടിൽ കാണാൻ പറ്റും. എന്നാൽ സെബിയുടെ ബോർഡ് മീറ്റിംഗിൽ ലക്ഷക്കണക്കിന് ഓപ്ഷൻ ട്രേഡേഴ്സ് പ്രധാനമായിട്ടും കാതോർത്തിരുന്നത് വീക്കിലി എക്സ്പയറുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വാർത്തകൾ വരുമോ എന്നുള്ളതാണ്. പക്ഷെ അവിടെ സെബി ചീഫ് പറഞ്ഞിട്ടുള്ളത് ആ കൺസൾട്ടേഷൻ പേപ്പർ റെഡിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ്. മറ്റു കൂടുതൽ വിവരങ്ങളൊന്നും വീക്കിലി എക്സ്പയറുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ചകൾ തുടർന്ന് വരുന്നുണ്ടാകും. ശക്തമായ എതിർപ്പ് ഒരുപക്ഷെ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ നിന്ന് വരുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഈ തീരുമാനം കൂടുതൽ വൈകിപ്പിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം ഈ BSE അതുപോലെ ഏഞ്ചൽ 1 ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഫ്രാ മേഖലയിലുള്ള സ്റ്റോക്കുകൾ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇടിവ് അത് ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ റിക്കവർ ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇനി ട്രംപ് റിലേറ്റഡ് ആയിട്ടുള്ള താരിഫുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതിൽ US റഷ്യക്കെതിരെ കൂടുതൽ സാങ്ഷൻസ് ഏർപ്പെടുത്താൻ തയ്യാറാണെന്നും നാറ്റോ രാജ്യങ്ങൾ അതിന് തയ്യാറാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നാറ്റോ രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവർ അവസാനിപ്പിക്കണമെന്നാണ്. അതുകൂടാതെ ചൈനക്കെതിരെ 50 മുതൽ 100% വരെ താരിഫ് ഏർപ്പെടുത്തുകയാണെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഏറ്റവും പെട്ടെന്ന് അവസാനിക്കുമെന്നാണ് ട്രംപ് നാറ്റോ രാജ്യങ്ങളോട് ഉപദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു നീണ്ട ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരിടത്ത് പോലും ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നതാണ്. പൊതുവെ ഈ താരിഫിൻ്റെ കാര്യം പറയുമ്പോൾ ചൈനയുടെ കൂടെ എപ്പോഴും ഇന്ത്യയുടെ പേര് പറയാനുള്ള ട്രംപ് ഇപ്രാവശ്യം ബോധപൂർവ്വം ഇന്ത്യ ഒഴിവാക്കിയതായിട്ട് കാണാം. അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഡൊണാൾഡ് ട്രംപിൻ്റെ നോമിനി ആയിട്ടുള്ള ഇന്ത്യയുടെ അംബാസഡർ സെർജിയോ ഗോർ, അദ്ദേഹം സെനറ്റിലെ ഫോറിൻ റിലേഷൻ കമ്മിറ്റി മീറ്റിങ്ങിൽ ഇന്ത്യയിൽ ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന ക്വാഡ് മീറ്റിങ്ങിൽ ട്രംപ് പങ്കെടുക്കുമെന്ന ഒരു സൂചനയാണ് നൽകിയത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. കാരണം ഫെബ്രുവരി മാസം ഡൊണാൾഡ് ട്രംപിൻ്റെ US വിസിറ്റിൽ അദ്ദേഹം ട്രംപിനെ ഈ ഒരു മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പോൾ US നോമിനി പറയുന്നത് ട്രംപ് ഈ ഒരു ക്വാഡ് രാജ്യങ്ങളുടെ ആ ഒരു സമ്മിറ്റ് അത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലാണ് നിൽക്കുന്നതെന്നും അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുമാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. അപ്പോൾ ഇന്ത്യ US ട്രേഡ് ടോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള സിഗ്നൽസാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നവംബർ മാസം ആകുമ്പോഴേക്കും ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ഇനി IPO മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്ത 3 IPOകളിലേക്ക് വന്നാൽ ഒന്ന് അർബൻ കമ്പനിയുടെ IPO ആണ്. അതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 61% ഉയർന്നതായിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു IPO ഇതേ രീതിയിലാണ് ഇതിൻ്റെ GMP ഗ്രോത്ത് നടക്കുന്നതെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ
ലിസ്റ്റിംഗ് നടക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് നമ്മൾ കാണുന്നത്. സെപ്റ്റംബർ 17 ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്ന് ഡേവ് ആക്സിലറേറ്ററിന്റെ IPO ആണ്. ഈ IPOയും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ലിസ്റ്റിംഗ് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 17 അവിടെ ഒരു 13% ലിസ്റ്റിംഗ് ഗെയിൻ മാത്രമേ നമ്മൾ GMPയിൽ കാണാൻ കഴിയുന്നുള്ളൂ. അതുപോലെ ശൃംഗാർ ഹൗസ് ഓഫ് മംഗൾസൂത്രയുടെ IPO അതും ഓൾറെഡി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അത് 18% മോശമല്ലാത്തൊരു ലിസ്റ്റിംഗ് ഗെയിനിലാണ് നിൽക്കുന്നത്. സെപ്റ്റംബർ 15 ഇതുകൂടാതെ 2 പുതിയ മെയിൻ ബോർഡ് IPOകൾ വരാൻ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് യൂറോപ്രതിക് സെയിൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന IPO ആണ്. 2010 ഫോം ചെയ്ത ഈ ഒരു കമ്പനി ഡെക്കറേറ്റീവ് വാൾ പാനലും അതുപോലെ ഡെക്കറേറ്റീവ് ലാമിനേറ്റ് ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിന്റെ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് അവർ ചെയ്യുന്നത്. 451 കോടി ഇഷ്യൂ സൈസുള്ള ഒരു IPO ആണിത്. സെപ്റ്റംബർ 16 അത് ഓപ്പൺ ചെയ്യുന്നത്. 18 ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രൈസ് ബാൻഡ് കാണുന്നത് 235, 247 എന്നുള്ള ഒരു പ്രൈസ് ബാൻഡിലാണ്. ഈ ഒരു IPOയുടെ ഒരു ഫൈനാൻഷ്യൽസ് ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് ഇതൊരു അസറ്റ് ലൈറ്റ് ബിസിനസ്സാണ്. ഇവരുടെ ഒരു ഡീലർ നെറ്റ്വർക്ക് ഒക്കെ ഇൻക്രീസിംഗ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. FY25 ഫൈനാൻഷ്യൽസും മോശമല്ലാത്ത രീതിയിലാണ് കാണുന്നത്. പക്ഷെ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളതും ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. എങ്കിൽ പോലും നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത ഈ IPOയിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ IPO അപ്ലൈ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു അപ്കമിങ് IPO നമ്മൾ കാണുന്നത് VMS TMT ലിമിറ്റഡ് ആണ്. 2013 ഇൻകോർപ്പറേറ്റ് ചെയ്ത ഈ ഒരു കമ്പനി തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള TMT ബാർസ് നിർമ്മിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവരത് കൂടാതെ ഈ സ്റ്റീൽ സ്ക്രാപ്പുകളും ബൈൻഡിങ് വയേഴ്സും ആയിട്ടും ഡീൽ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. ഗുജറാത്തിലാണ് മെയിൻ ബിസിനസ്. കൂടാതെ മറ്റ് സ്റ്റേറ്റുകളിൽ ഇതിന്റെ പ്രസൻസ് കാണാം. ഇതിന്റെ ഇഷ്യൂ സൈസ് വളരെ ചെറുതാണ്. 148 കോടി ഉള്ള ഒരു IPO ആണ്. സെപ്റ്റംബർ 17 ഓപ്പൺ ചെയ്തിട്ട് 19 അവസാനിക്കുന്നത്. 94, 99 എന്നൊരു പ്രൈസ് ബാൻഡിലാണ് ഇതിന്റെ IPO വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു റീസെന്റ് ഫൈനാൻഷ്യൽ ഡാറ്റകളും മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് ഇത് ഫണ്ടമെന്റലി വീക്ക് ആയിട്ടുള്ള കൂടാതെ ഹൈ ഡെറ്റ് ഉള്ള ഒരു കമ്പനി ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു IPO അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ഇതിന്റെ പ്രൈസ് വളരെ അഗ്രസീവ് ആയിട്ടാണ് പ്രൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കുക. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.